അവള് കാണിച്ചു കൂട്ടിയതൊക്കെ ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നോ? വിലാസിനെ, അല്ല ചേച്ചിക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, ഞാൻ പോയി തോക്കെടുത്തോണ്ട് വരാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പറ, നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? കല്യാണിക്ക് കല്യാണം നടത്തി കൊടുക്കുമ്പോ സ്വത്ത് കുറയുമെന്നുള്ള പേടിയാണോ നിനക്ക്? അതോ കുടുംബത്തിന്റെ മാനം പോവുമെന്നുള്ള ഭയമോ? അയ്യോ അതല്ല ചേച്ചി. വിലാസിനി, നീ വാടകെ ഏട്ടത്തി പറഞ്ഞു കേട്ടില്ലേ? സഹദേവ, അവള് പറയട്ടെ. ഏട്ടത്തി അത് പറ വിലാസിനി. അല്ല, ചേച്ചിയുടെ 25ാം വിവാഹ വാർഷികത്തിന് നന്ദന് തന്ന കുടുംബ ഫോട്ടോ കത്തിച്ച് ചാമ്പലാക്കി വിവാഹ വാർഷികം തകർത്തവളാ അവള്. അത് ചേച്ചി അങ്ങ് മറന്നുപോയോ? അവള് വന്നു കേറിയ ദിവസം തന്നെ ചേച്ചിയുടെ വില കൂടിയ സാരി വലിച്ചു കീറിയത് ഓർമ്മയില്ലേ ചേച്ചിക്ക്? എന്താ ഇപ്പൊ ഈ സംഭവിക്കണെന്ന് ഓർക്കുമ്പോ അതിശയം തോന്നുക. എന്റെ നിഴല് പോലും കാണാന്ന് പറഞ്ഞ മാഡം ഇപ്പോ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു. എന്താ ഇപ്പൊ മറിമായോ? കല്യാണിക്കിപ്പോ ഇതിപ്പോ എന്ത് സൗഭാഗ്യ കിട്ടേണ്ടേ? കല്യാണി അല്ലെങ്കിലും ഭാഗ്യവതിയാ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടത്. ഷെയർ മാർക്കറ്റിൽ ഇറക്കം ഉണ്ടായ ഉറക്കം പോണരാ ഞങ്ങളൊക്കെ. കല്യാണി, 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 ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക. അല്ല, എല്ലാരുടെയും കല്യാണം നടത്തണ ഈ ആക്ക് കല്യാണം എന്താണ്ടാവുക? ആ കുട്ടിയെ കാണാനുള്ള കൊതി കൊണ്ട് ചോദിക്കാണേ. കല്യാണി, അതൊക്കെ സമയമാകുമ്പോ നടക്കും. ഇപ്പൊ അരവിന്ദിന്റെയും നന്ദനയുടെയും കല്യാണോ പ്രധാനം. ആദ്യം അത് നടക്കട്ടെ. കല്യാണി, ഞാൻ നിന്നെ എവിടേക്ക് നോക്കിന്നറിയോ? നീ എവിടെ പോയി കിടക്കായിരുന്നു? എടീ, പാവപ്പെട്ട പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, കൊല്ലും ഞാൻ. മനസ്സിലായി? എടാ, നീ ആരുടെ വലിയ റൗഡിയാണോ? എന്റെ മുന്നിൽ വെച്ച് എന്റെ മോളെ അടിച്ച് നിന്നെ ഞാൻ... അമ്മ വേണ്ട. അടിക്ക് തിരിച്ചടി കൊടുത്താലും തീരുന്നല്ല ഈ പ്രശ്നം. അഖിലമ്മയുടെ കണ്ടല്ലോ മോന്റെ സ്വഭാവം. അടുക്കളക്കാരിയെ പറ്റി പറഞ്ഞപ്പോ അവന് സഹിക്കുന്നില്ല. എന്റെ അമ്മ പോലും ജീവിതത്തിൽ എന്നെ അടിച്ചിട്ടില്ല. പക്ഷെ സാരമില്ല, അരവിന്ദ നിശ്ചയ സമയത്ത് കാണിച്ച ക്രൂരതയോളം വരില്ല ഇതൊന്നും. ഇനി ആന്റിക്ക് പറയാൻ പറ്റുമോ? അടുക്കളക്കാരിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ അടിച്ച ആ കൈയും പിടിച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ നടക്കണമെന്ന്? എനിക്കും വേണ്ട ആന്റി ഒരു സെൽഫ് റെസ്പെക്ട്. ഈ കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ പലരും വിളിച്ചു പറഞ്ഞു, കുടിയനാ, പെണ്ണു പിടിയനാ, താന്തോന്നിയാന്നൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ് എല്ലാം മാറ്റിയെടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഇവനെ എന്റെ സ്വന്തമായിട്ട് കരുതി. ആ എന്നോട് ഇവൻ എന്നെ ചതിക്കായിരുന്നില്ല ആന്റി. എന്നെ വട്ട പൂജ ആക്കി കളഞ്ഞില്ലേ? അരവിന്ദ്, ബ്രോ, ബ്രോ, ഇത് എനിക്കൊരു NRI ഫ്രണ്ട് തന്ന് ഞാൻ വിചാരിച്ചു നിനക്ക് തരാന്ന്. ഞാൻ കുടി നിർത്താന്ന് വിചാരിച്ചിരിക്കുക. നീ കുടി നിർത്തുന്നൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ നിന്റെ ഈ വിഷമം കാണാൻ പറ്റുന്നില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നും നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്നും ഒരേ കൺഫ്യൂഷൻ.
ആ അവിടെ വെച്ചേക്ക്. ശരി. ബ്രോ എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ നാളെ മുതൽ വേണ്ട. ഈ രാത്രിയിൽ ഇത് അവസാനത്തെ മദ്യപാനം എന്ന് വിചാരിച്ചാൽ മതി. Come on, have it. തരാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ഇന്ന് എനിക്ക് തോന്നി തരണമെന്ന്. എന്റെ കൂടപ്പിറപ്പിന്റെ മുഖം പാടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. വേണ്ട ബ്രോ, കുടിക്കുന്നത് സന്തോഷത്തിനല്ലേ. ഇനി എത്ര കുടിച്ചാലും എനിക്കൊരു സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ ഭയങ്കര ഡെസ്പാ. അറിയാം. ആ ഡിപ്രഷൻ കഴുകിക്കളഞ്ഞ് നിനക്കിപ്പം നല്ല ഉറക്കം ആവശ്യം. അതിനിതൊരു ഔഷധമാണെങ്കിൽ അത് നല്ലതല്ലേ? ഞാൻ ആദ്യമായിട്ട് ഒഴിച്ചായിരുന്നു. കമോൺ. താങ്ക് യു. ഇതൂടെ കഴിക്കാം. ഒരു കാര്യം എനിക്കറിയണം. ഹലോ. ആ നന്ദനെ, ആനന്ദ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫോണിൽ പറ്റില്ല, നേരിട്ടൊന്ന് കാണണം. നിനക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത്? ഞാനെപ്പോഴും ഫ്രീ ആണ്, പക്ഷേ നിങ്ങളോട് സംസാരിക്കാനും കേൾക്കാനും താല്പര്യമില്ല. ഐ ആം സോറി. നന്ദനെ പ്ലീസ്, ജസ്റ്റ് ലിസൺ ടു മീ. നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷേ നോ, നിങ്ങൾക്കാർക്കും എന്റെ ഫീലിംഗ്സ് ഒരിക്കലും മനസ്സിലാകില്ല. മനസ്സിലായിരുന്നെങ്കിൽ എന്നെ തൃച്ചംബരത്ത് നിന്ന് അടിച്ച് അപമാനിച്ച് ഇറക്കി വിടില്ലായിരുന്നു. ഏതായാലും അത് നടന്നു കഴിഞ്ഞു. ഇനി എന്ത് സംസാരിക്കാനാ? എനിക്കൊന്നും കേൾക്കണ്ട. ദയവ് ചെയ്ത് എന്നെ ഇനിയും വിളിച്ച് ഉപദ്രവിക്കരുത് പ്ലീസ്. ഹലോ നന്ദന പ്ലീസ്. ഹലോ ഹലോ. തൃച്ചംബരത്തുനിന്നല്ലേ? ഞാൻ പ്രതീക്ഷിച്ചതാ. അതെ ആനന്ദ്, അവൻ എന്നോടെന്തോ സംസാരിക്കണമെന്ന്, എന്റെ ഫീലിംഗ്സ് മനസ്സിലാകുന്നെന്ന്. സ്റ്റുപ്പിഡ്. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. ഗുഡ്. ഞാൻ വിചാരിച്ചു അഖിലാണ്ടീശ്വരി വിളിക്കൂന്ന്. സാരമില്ല, അഖിലയുടെ സോഫ്റ്റ് കോർണർ ആണ് ആനന്ദ്. അവൻ വിളിച്ചാലും ധാരാളം. ഇനി അമ്മ ആനന്ദിനെ ഒന്ന് തിരിച്ചു വിളിക്കാം. അപ്പോഴേ നമ്മുടെ ഈ കളിക്കൊരു പഞ്ച് കിട്ടൂ. എന്തിനമ്മ വെറുതെ? Let them go to hell. എനിക്കൊരു താല്പര്യം തോന്നുന്നില്ലതിന്. അങ്ങനെ ചിന്തിക്കല്ലേ മോളെ. ഞാൻ എപ്പോഴും പറയാറില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. എന്റെ മോൾ അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകുന്നത് നമ്മളെ പോലെ തന്നെ അഖിലാണ്ടേശ്വരിയെ മോഹിക്കുന്നു എന്നതാണ് ഇവിടുത്തെ കീ പോയിന്റ്. അതാ കല്യാണിക്ക് 7 ദിവസം സമയം കൊടുത്തതും. ആനന്ദ് ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞ അഖിലാണ്ടേശ്വരിക്ക് തീരുമാനമെടുക്കാൻ അധിക സമയം വേണ്ടി വരില്ല. അതാ ആ അമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധം. അതുകൊണ്ട് ഇവിടെ വളരെ ചിന്തിച്ചു വേണം നമ്മൾ ഓരോ ചുവടും വെക്കാൻ.